വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്ന ഹൈപ്പർ സെൻസിറ്റിവിറ്റി അല്ല, മറിച്ച് ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് സേഫ്റ്റിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് BNW അല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ മാം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ BNW എന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കാത്തൊരു പേപ്പർ കാണില്ല. അതിപ്പോൾ MBBS-നാണെങ്കിലും അലൈഡ് ഹെൽത്ത് സയൻസിലാണെങ്കിലും ഫാർമസിയിലാണെങ്കിലും ഇപ്പം നമ്മുടെ നഴ്സിങ്ങിനാണെങ്കിലും മിനിമം 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് 5 മാർക്ക് 10 മാർക്ക് ഏതെങ്കിലും ഒരു സബ്ബായിട്ട് നമുക്ക് ഉറപ്പായിട്ട് ഈ ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നാണ് പറയുന്നത്. ആൻഡ് ഇപ്പം നമുക്കറിയാം, പലപ്പോഴും നമുക്ക് ഈ ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് കളർ കോഡിംഗ് ആണ് ഏറ്റവും കൺഫ്യൂഷൻ ആയിട്ട് വരുന്നത്. ഇപ്പം നമ്മളിപ്പോൾ പോസ്റ്റിംഗ് ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും. പക്ഷേ ബൈ ടൈം ചില ടൈമിൽ ഡോക്ടേഴ്സിന് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. കാരണം എന്താണ്, ഇതൊരു എന്താ പറയുന്നത്, അത്ര ടഫ് ആയിട്ടുള്ളതല്ല, ബട്ട് കൺഫ്യൂഷൻ ആവുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. വൺ ഓഫ് ദ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മറന്നു പോകാൻ പറ്റുന്ന ഒരു പോർഷനാണ്. നമുക്ക് പെട്ടെന്ന് മൈക്രോബയോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്, ഇൻഫെക്ഷൻ കൺട്രോൾ നമ്മൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലതിരിക്കും. പക്ഷെ BNW നമുക്ക് പിന്നെ കൺഫ്യൂഷൻ വരുന്ന ഒരു കളർ കോഡിംഗ് ആയിരിക്കും. അപ്പം അതിനുള്ള ട്രിക്ക് ഒക്കെ നമുക്ക് പറയാം. ഓക്കെ, ഇനി ഫസ്റ്റ് ആണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഇൻട്രൊഡക്ഷൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എന്താ ഇതിൽ എഴുതിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, the waste generated from the hospitals carries a higher potential for infection and injury. നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ എത്രമാത്രം വേസ്റ്റ് ഒരു ദിവസം നമുക്ക് ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം ആ ഒരു വേസ്റ്റ് തന്നെ ഇഷ്ടം പോലെ ഇഞ്ചുറി സംഭവിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, ഇൻഫെക്ഷൻ സംഭവിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്യാനും ഡിസ്പോസ് ചെയ്യാനായിട്ട് ഏറ്റവും റിലയബിളും ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ് നമുക്ക് വേണം. അപ്പോൾ അതാണ് ഇൻട്രൊഡക്ഷൻ പറയുന്നത്. അപ്പോൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിനെ പറ്റി എന്ത് ചോദിച്ചാലും നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് ഈ ഒരു ഹോസ്പിറ്റൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻഫെക്ഷൻ, ഇഞ്ചുറി എന്തായാലും അതിൻ്റെ ഒരു കാരിയർ ആണ്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അത് നല്ലപോലെ സേഫ് ആയിട്ട് ആ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഇൻഫെക്ഷൻ വരും. ഓക്കെ, ഇനി അടുത്തത് അതിന്റെ ഡെഫിനിഷൻ. ബയോമെഡിക്കൽ വേസ്റ്റസ് അല്ലെങ്കിൽ നമുക്ക് അതിനെ BNW എന്ന് പറയാം. are defined as wastes that are generated during the ലബോറട്ടറിയിൽ മാത്രമല്ല, ഡയഗ്നോസ്റ്റിക് പർപ്പസ്, അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ്, ഇമ്മ്യൂണൈസേഷൻ, അതായത് നമ്മുടെ വാക്സിൻ, അതായത് അത് നമ്മുടെ ഹ്യൂമൻ ബീങ്സിന് മാത്രമല്ല, ആനിമൽസിന്റെ വാക്സിൻ, അതുപോലെ തന്നെ എന്തെങ്കിലും റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മൈക്രോബയോളജി ലാബിൽ നമ്മൾ മൈക്രോ ഓർഗാനിസിനെ പറ്റിയൊക്കെ റിസർച്ച് ചെയ്യുമല്ലോ. ഓക്കെ, ടു ദാറ്റ് പ്ലേസ്, ഡെറിട്ടോ എന്ന് പറയുന്നത് ടു ദാറ്റ് പ്ലേസ് ഓർ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ബയോളജിക്കൽസ്. അപ്പം മൊത്തത്തിൽ നമുക്ക് തന്നെ എഴുതാൻ പറ്റും. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മളോട് ഒരാൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു, അതുപോലെ തന്നെ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ബയോമെഡിക്കൽ വേസ്റ്റ് എന്താണ്, വേസ്റ്റ് ജനറേറ്റഡ് ഡ്യൂറിങ് different purposes or different types of what we can say that different types of diagnosis, different that can be lab microbiology lab, during immunization, during taking the vaccine for animals, or from every part there will be waste from the hospital. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേസ്റ്റ് ജനറേറ്റഡ് ഇൻ ഹോസ്പിറ്റൽ ആണ്. വേസ്റ്റ് ജനറേറ്റഡ് ഇൻ ഹോസ്പിറ്റൽ എന്ന് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് സോളിഡ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ വേരീസ് ഫ്രം 1/2 to 2 kg per bed. നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരു ബെഡിൽ തന്നെ എത്രയാണ് ഇവർ പറയുന്നത്, ഒരു ബെഡിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 1/2 കിലോ തൊട്ട് 2 കിലോ വരെയുള്ള വേസ്റ്റ് നമുക്ക് കിട്ടും. ഒരു ഒറ്റ ബെഡിൽ നിന്ന് ആലോചിക്കണം. അപ്പം എത്രമാത്രം വേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ മൾട്ടി സ്പെഷ്യാലിറ്റി പോലുള്ള ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ നമുക്ക് അതുപോലെ ആയിരിക്കും ആ ഒരു വേസ്റ്റ് ഒക്കെ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, however BNW account for a minor proportion of the total waste generated in hospital. അതായത് ഏകദേശം 250 gram ആണ് ഒരു ബെഡിൽ ഏകദേശം 1/2 കിലോ തൊട്ട് 2 കിലോ വരെ വേസ്റ്റ് നമുക്ക് എന്തായാലും ഉണ്ടാവും. പിന്നെ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്, നമ്മൾ ഇന്ത്യയൊക്കെ എന്താണ് ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്, ദ വേസ്റ്റ് ജനറേറ്റഡ് ഇൻ ഹോസ്പിറ്റൽ ഫാൾസ് ഇൻ 2 categories. അപ്പോൾ 2 രീതിയുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് 1/2 കിലോ തൊട്ട് 2 കിലോ വരെ. However BNW accounts for a minor proportion of total waste generated in hospital. ഏകദേശം അപ്രോക്സിമേറ്റ്ലി 250 gram അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഡെവലപ്പിംഗ് കൺട്രീസിൽ നമ്മൾ പറയുന്ന ആദ്യത്തെ രണ്ടാമത്തെ പോയിന്റിൽ അത് ഉൾപ്പെടും. അതായത് നമ്മുടെ ഇന്ത്യയാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ, ഡെവലപ്പിംഗ് കൺട്രി. ഓക്കെ, ഇനിയാണ് ജനറൽ നോൺ ഹസാർഡസ് സോളിഡ് വേസ്റ്റ് 80%.
The large amount of waste falls in general waste category, which may be disposed of usual domestic and urban waste management. They do not cause any harm to human. They are not considered as B&W. They should not be mixed with B&W. ഇപ്പൊ ജനറൽ നോൺ ഹസാർഡസ് സോളിഡ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് നമ്മുടെ പേപ്പർ പെന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ നമ്മൾ ഇടും. ഇത് 80% എന്താണ് ഇതായിരിക്കും. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, യൂഷ്വലി ഇത് ഒരു ഹാമും നമ്മുടെ ഒരു ഹ്യൂമൻസിന് ഉണ്ടാക്കത്തില്ല. അപ്പൊ ഒരിക്കലും നമ്മൾ എന്താണ് ഈ ഒരു ജനറൽ വേസ്റ്റിന്റെ കൂടെ ഈ നമ്മൾ ഈ സ്റ്റൂൾസ്, മോഷൻസ്, പാത്തോളജിക്കൽ വേസ്റ്റ് ഒന്നും നമ്മൾ എന്താണ് അവിടെ മിക്സ് ചെയ്യാനായിട്ട് പാടില്ല. അതാണ് ജനറൽ നോൺ ഹസാർഡസ് വേസ്റ്റ്. അത് കൂടുതലും 80% ആണ്. അപ്പൊ ലാർജ് എമൗണ്ട് ഇതായിരിക്കും വരുന്നത്. പിന്നെ കുറച്ച് പെർസെൻറ്റേജ് ആയിരിക്കും നമ്മുടെ ഈ ഒരു പാത്തോളജിക്കൽ വേസ്റ്റ്, ഗ്ലൗസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഇൻഫെക്ഷസ് വേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നീഡിൽസ്, സ്റ്റിക്സ്, അതൊക്കെ ഇല്ല. അതിലൊന്നും നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇനിയുള്ളതാണ് ബയോമെഡിക്കൽ വേസ്റ്റ്. ദിസ് ഇൻക്ലൂഡ്സ് ഇൻഫെക്ഷസ് വേസ്റ്റ്. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10% എന്താണ് കെമിക്കൽ ഓർ റേഡിയോ ആക്റ്റീവ്. അപ്പോൾ 10% എന്ന് പറയുന്നത് കെമിക്കലും 5% എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ്? 10% എന്ന് പറയുന്നത് കെമിക്കലും ആൻഡ് 5% എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ആണ്. അപ്പോൾ ഇനി ഹസാർഡ്സ് അസോസിയേറ്റഡ് വിത്ത് B&W. ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അപകടം, എന്തെങ്കിലും അപകടമായിട്ട് ഈ ഒരു B&W വരുന്നത്. ഇൻഅപ്രോപ്രിയേറ്റ് ആൻഡ് അതായത് ഇത്രയാണ് നമ്മൾ പറയാനുള്ളത്. നമ്മൾ നല്ലപോലെ ഈ ഒരു B&W, അതായത് അത്രയും ഇൻഫെക്ഷസ് വേസ്റ്റ് ഒന്നും, ഇപ്പൊ നമ്മളൊരു ഓപ്പൺ ഏരിയയിലാണ് ഈ ഒരു പാത്തോളജിക്കൽ വേസ്റ്റ്, അതായത് ഹ്യൂമൻ ബീൻസ്, ഈ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഈ ബ്ലഡ് ഒക്കെ ഒരു ഓപ്പൺ ഏരിയയിലാണ് ഇടുന്നത്, അല്ലെങ്കിൽ നല്ലപോലെ നമ്മൾ ഡിസ്പോസ് ചെയ്യില്ല. അപ്പൊ അങ്ങനെ എന്താണ്, ഉറപ്പായിട്ടും അത് കംപ്ലീറ്റ്ലി അത് സ്പ്രെഡ് ചെയ്യും. അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. സോയിൽഡ് വേസ്റ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ യെല്ലോ കളേർഡ് നോൺ ക്ലോറിനേറ്റഡ് പ്ലാസ്റ്റിക് ബാഗ് വഴിയാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് അത് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കും. ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റും ആനിമൽ അനാട്ടമിക്കൽ വേസ്റ്റും നമ്മൾ ഇൻസിനറേഷൻ, പ്ലാസ്മ പൈലോറിസിസ്, അതുപോലെ ഡീപ്പ് ബറിയൽ, പിന്നെ എക്സ്ട്രാ ആയിട്ട് ഈ ആനിമൽ അനാട്ടമിക്കൽ വേസ്റ്റ് നമുക്ക് ഹൈഡ്രോക്ലേവിംഗ്, ഓട്ടോക്ലേവിംഗ് പ്ലസ് ത്രെഡിങ് ആൻഡ് മൾട്ടിലേഷൻ. ഇനിയുള്ളതാണ് ആ ഒരു തെറാപ്യൂട്ടിക്കൽ, അതായത് ഒന്നെങ്കിൽ നമ്മുടെ സൈറ്റോടോക്സിക് വേസ്റ്റ്. ഇത് നമ്മൾ ഒന്നെങ്കിൽ യെല്ലോ കണ്ടെയ്നർ അല്ലെങ്കിൽ യെല്ലോ പ്ലാസ്റ്റിക് ബാഗ്സ് ആണ്. ഇതിൽ നമ്മൾ സൈറ്റോടോക്സിക്കിന്റെ ഒരു ഹസാർഡ് സിമ്പിൾ ഉണ്ട്. ഓക്കെ, ഒരു സൈറ്റോടോക്സിക് ഹസാർഡ് സിമ്പിൾ ഉണ്ട്. ഓക്കെ, അതാണിത്. ഈ ഒരു സിമ്പിൾ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു സിമ്പിൾ വെക്കണം, അല്ലെങ്കിൽ അത് ഭയങ്കര അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നിട്ട് നമ്മൾ ഈ മരുന്ന് ഉണ്ടാക്കുന്ന കമ്പനിക്ക് തന്നെ നമ്മൾ തിരിച്ചു കൊടുത്തിട്ട് അവരത് 1200 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഇൻസിനറേഷൻ എന്ന് പറയുന്ന മെത്തേഡിലൊക്കെ ട്രീറ്റ് ചെയ്യും. പിന്നെ കെമിക്കൽ സോളിഡ് വേസ്റ്റ്. ഓക്കെ, ഇതും യെല്ലോ കളേർഡ് കണ്ടെയ്നേഴ്സ്, നോൺ ക്ലോറിനേറ്റഡ് ആണ്. ഇവിടെയും എൻസ്കാപ്പുലേഷൻ, പ്ലാസ്മ പൈലോറിസിസ്, ഇൻസിനറേഷൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ കെമിക്കൽ ലിക്വിഡ് വേസ്റ്റ് സച്ച് ആസ് ഡിസ്കാർഡഡ് ഡിസിൻഫെക്റ്റന്റ്, ഇൻഫെക്റ്റഡ് ബോഡി ഫ്ലൂയിഡ് സെക്രീഷൻ ഫ്രം ഹൗസ് കീപ്പിംഗ് റിലേറ്റഡ്, എന്തെങ്കിലും ഹൗസ് കീപ്പിംഗ് റിലേറ്റഡ് ആണ്, to be discharged into separate collection system which leads to effluent treatment system not to be discarded in yellow bag. അപ്പോൾ ഇത് നമ്മൾ 12th പഠിച്ചിട്ടുണ്ട്. എഫ്ലുവൻറ്റ് ഇത് നമുക്ക് ബാഗ് ഒന്നും അല്ല വേണ്ടത്. ഇത് നമ്മൾ ഈ ഒരു ഹൗസ് കീപ്പിങ്ങിലുള്ള ഇങ്ങനെ ഈ യൂറിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള സെക്രീഷൻസ് ഒക്കെ, നമുക്ക് ബാഡ് അല്ല, എന്തെങ്കിലും ഇങ്ങനത്തെ ടൈപ്പ് സെക്രീഷൻസ് ഒക്കെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യും. ഇതെന്താണ്, നമ്മളിത് നേരെ ഈ ഒരു ഏതെങ്കിലും പുഴയിലേക്കോ ഒക്കെ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. 12th ഒരു ചാപ്റ്ററിൽ ഇത് പഠിച്ചിട്ടുണ്ട്. എഫ്ലുവൻറ്റ് താഴത്തേക്ക് അത് കെട്ടിക്കിടക്കും, നമ്മളിത് മൈക്രോ ഓർഗാനിസം വഴി അതിനെ കുറേയൊക്കെ നമ്മളതിനെ കഴിപ്പിക്കാനായിട്ട് വിടും. എന്നിട്ട് ഇതെല്ലാം ട്രീറ്റ് ചെയ്തിട്ട് നമ്മളത് നേരെ പുഴയിലേക്ക് ഒഴുക്കും. ഇനിയുള്ളതാണ് ഡിസ്കാർഡഡ് ലിനൻ വേസ്റ്റ് കണ്ടാമിനേറ്റഡ്, അതായത് ഏതെങ്കിലും ബോഡി ഫ്ലൂയിഡ്സോ, മാസ്ക്, ക്യാപ്പ്, ഗൗൺ, ഷൂ കവറൊക്കെ ഇല്ലേ, എന്തെങ്കിലും എന്താണ് ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സോ ആയിട്ട് കണ്ടാമിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോൺ ക്ലോറിനേറ്റഡ് യെല്ലോ പ്ലാസ്റ്റിക് ബാഗ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കുക. ഇത് നോൺ ക്ലോറിനേറ്റഡ് കെമിക്കൽ ഡിസിൻഫെക്ഷൻ ഫോളോഡ് ബൈ ഇൻസിനറേഷൻ. നമ്മൾ ഫസ്റ്റ് അതിനെ മൊത്തം സാനിറ്റൈസ് ചെയ്യുക, ഡിസിൻഫെക്റ്റ് ചെയ്തിട്ട് ഒന്നുകിൽ നമുക്ക് പ്ലാസ്മ പൈലോറിസിസ് നോക്കാം, അല്ലെങ്കിൽ ഇൻസിനറേഷൻ നോക്കാം. പിന്നെ മൈക്രോബയോളജി, അതർ ക്ലിനിക്കൽ ലബോറട്ടറി വേസ്റ്റ്, നമ്മുടെ ബ്ലഡ് ബാഗ്, ലൈവ് അറ്റ്യൂനേറ്റഡ് വാക്സിൻ, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓട്ടോക്ലേവ് സേഫ് പ്ലാസ്റ്റിക് ബാഗ്, അതായത് ഓട്ടോക്ലേവബിൾ സേഫ് പ്ലാസ്റ്റിക് ബാഗ് ഉണ്ട്, അല്ലെങ്കിൽ കണ്ടെയ്നർ ഉണ്ട്. ഇത് നമ്മൾ പ്രീ ട്രീറ്റ് ടു സ്റ്റെറിലൈസ് വിത്ത് നോൺ ക്ലോറിനേറ്റഡ് കെമിക്കൽസ് ഓൺ എ സൈറ്റ് പെർ NAC or WHO ഗൈഡ്ലൈൻസ്. ഓക്കെ,
അത് നമ്മൾ യൂഷ്വലി ഇൻസിനറേഷൻ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ്, ആനിമൽ അനാട്ടമിക്കൽ വേസ്റ്റ്, മോസ്റ്റ്ലി ഇൻസിനറേഷൻ, ഹൈഡ്രോക്ലേവി, ഷ്രെഡിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പ്ലാസ്മ പലോസിസ്, ഡീപ് ബറിയൽ. പിന്നെ എക്സ്പയർഡ് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്, കെമിക്കൽ സോളിഡ് വേസ്റ്റ്, അതുപോലെ തന്നെ ഡിസിൻഫെക്റ്റൻറ്റ്, അതുപോലെ സെക്രീഷൻസ്, അതുപോലെ തന്നെ ലിനൻ എന്തെങ്കിലും ഗൗണിലൊക്കെ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ബ്ലഡ് ബാഗ്, ലൈവ് അറ്റൂനേറ്റഡ് വാക്സിൻസ്. അതാണ് നമ്മുടെ യെല്ലോ. നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല കേട്ടോ. ഇനിയുള്ളതാണ് നമ്മുടെ റെഡ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിച്ചു യെല്ലോ, നമ്മൾ യെല്ലോ പഠിച്ചു. ഇനിയുള്ളതാണ് നമ്മുടെ റെഡ് എന്ന് പറയുന്നത്. റെഡ്, ഓക്കെ. ഇനിയുള്ളതാണ് റെഡ് എന്ന് പറയുന്നത് ഡിസ്പോസിബിൾ ഐറ്റംസ് സച്ച് ആസ് ട്യൂബിംഗ് ഇല്ലേ, പിന്നെ ബോട്ടിൽസ്, ഇൻട്രാവീനസ് ട്യൂബ്സ്, IV ട്യൂബ്സ്, IV സെറ്റ്, കത്തീറ്റേഴ്സ്, യൂറിൻ ബാഗ്, സിറിഞ്ചസ് വിത്തൗട്ട് നീഡിൽസ് ആൻഡ് ഫിക്സഡ് നീഡിൽ സിറിഞ്ചസ്. ഒന്നെങ്കിൽ ഫിക്സഡ് നീഡിൽ സിറിഞ്ചസ്, വിത്തൗട്ട് നീഡിൽ സിറിഞ്ചസ് ആൻഡ് വാക്യൂംറ്റീനർ വിത്ത് ദെയർ നീഡിൽസ് കട്ട്. നമ്മളത് കട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഫിക്സഡ് ആണെങ്കിൽ അത് പ്രശ്നമില്ല. പിന്നെ ഗ്ലൗസ്, പ്ലാസ്റ്റിക് ഏപ്രൺ ആൻഡ് ഗോഗിൾസ്. അപ്പോൾ ഗ്ലൗസിൽ ചോര പറ്റൂലോ, ചില ടൈമിൽ ചോര പറ്റൂലോ, അതോർത്ത് നിങ്ങൾ ഗ്ലൗസ് റെഡിലേക്ക് ഇടുക. പിന്നെ ഗോഗിൾസ്, അതുപോലെ തന്നെ ട്യൂബിങ്, IV സെറ്റ്, കത്തീറ്റർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ. പിന്നെ സിറിഞ്ച് ഒന്നെങ്കിൽ ഫിക്സ്ഡ് ആയിരിക്കണം, ഫിക്സ്ഡ് ആണെങ്കിൽ അതുപോലെ തന്നെ ഇടാം, പക്ഷെ അല്ലാത്ത സിറിഞ്ചസ് ആഡ് ചെയ്യാം. റെഡ് ക്ലോറിനേറ്റഡ്, നോൺ ക്ലോറിനേറ്റഡ് പ്ലാസ്റ്റിക് ബാഗ്സോ കണ്ടെയ്നർ. മറ്റതിൽ യെല്ലോ നോൺ ക്ലോറിനേറ്റഡ്, ഇതാണെങ്കിൽ ഇവിടെ റെഡ് നോൺ ക്ലോറിനേറ്റഡ് കണ്ടെയ്നർ ആണ്. ഇവിടെ നമുക്ക് ഓട്ടോ ക്ലേവിംഗ് യൂസ് ചെയ്യാം, മൈക്രോവേവ് ഒത്തിരി ചൂട് ചെയ്ത്, ഹൈഡ്രോ ക്ലേവിംഗ് പ്ലസ് ഷ്രെഡിങ്, മൾട്ടിലേഷൻ ഓർ സ്റ്റെറിലൈസേഷൻ പ്ലസ് ഷ്രെഡിങ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഇതിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ യെല്ലോ പഠിച്ചു, റെഡ് പഠിച്ചു. റെഡിൽ ഏതൊക്കെയാണ് നമുക്ക് ഇങ്ങനെ ഓർത്ത് ചെയ്താൽ മതി. എന്തായാലും അവിടെ ഗ്ലൗസിൽ ചോര ചിലപ്പോൾ പറ്റും, അത് അവിടേക്ക് ഇടുക. IV സെറ്റ്, അത് നമ്മൾ വെയിനിലേക്ക് പറ്റുന്ന IV സെറ്റ്, IV ട്യൂബ്, അതുപോലെ തന്നെ ബോട്ടിൽസ്, ട്യൂബിങ്സ്, കത്തീറ്റേഴ്സ്, അതുപോലെ തന്നെ നീഡിൽസ് ഇല്ലാത്ത എന്താ പറയുന്നത് സിറിഞ്ചസ്, അല്ലെങ്കിൽ ഫിക്സഡ് നീഡിൽസ് അങ്ങനെ കൊടുക്കുക. വാക്യൂം കണ്ടെയ്നർ, ഗ്ലോവ്സ്, ഗൂഗിൾസ്. ഇനിയുള്ളതാണ് നമ്മുടെ വൈറ്റ്, ബ്ലൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ വീഡിയോ കുറച്ച് ലോങ് ആവും, നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് വൈറ്റ് അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻ്റ് എന്നാണ് പറയുന്നത്. വേസ്റ്റ് ഷാർപ്പ് ഇൻക്ലൂഡിങ് മെറ്റൽ ഷാർപ്പ്. ഓക്കെ, അപ്പോൾ നീഡിൽ, സിറിഞ്ചസ് വിത്ത് നീഡിൽസ് നമുക്ക് യൂസ് ചെയ്യാം. സിറിഞ്ചസ് വിത്ത് ഫിക്സഡ് നീഡിൽ ഫ്രം നീഡിൽ ടിപ്പ് കട്ടർ ഓർ ബർണർ, സ്കാൽപ്പൽസ്, ബ്ലേഡ്സ് ഓർ എനി അതർ കണ്ടാമിനേറ്റഡ് ഷാർപ്പ്. യൂസ്ഡ് ഓർ ഡിസ്കാർഡഡ്, ഒന്നെങ്കിൽ യൂസ്ഡ് ആവാം അല്ലെങ്കിൽ ഡിസ്കാർഡഡ് ആവാം. പഞ്ചർ പ്രൂഫ്, ലീക്ക് പ്രൂഫ്, ടാമ്പർ പ്രൂഫ് കണ്ടെയ്നർ. പഞ്ചർ പ്രൂഫ്, ലീക്ക് പ്രൂഫ് ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഓട്ടോ ക്ലേവിംഗ്, ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ, ഷ്രെഡിങ്, മൾട്ടിലേഷൻ, എൻകാപ്സുലേഷൻ, സാനിറ്ററി ലാൻഡ് പിൻ, അതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ വൈറ്റിൽ യൂഷ്വലി നീഡിൽസ്, ഫിക്സഡ് നീഡിൽസ്, അതുപോലെ തന്നെ ബർണർ, സ്കാൽപ്പൽസ്, അതുപോലെ തന്നെ ഷാർപ്പ് കണ്ടാമിനേറ്റഡ് ഒബ്ജക്ട്സ്, അതൊക്കെ. ഇനി ബ്ലൂ എന്ന് പറയുമ്പോൾ യൂഷ്വലി നമ്മൾ ഓർക്കുക ഗ്ലാസ് ടൈപ്പ് സംഭവങ്ങളാണ്, ഗ്ലാസ് വെയർ. ഓക്കെ, അതായത് വയൽസ്, പിന്നെ അതുപോലെ തന്നെ മെറ്റാലിക് ബോഡി ഇംപ്ലാന്റ്സ് ഒക്കെ ഇല്ലേ, അതും വൈറ്റും ബ്ലൂവിലാണ്. പഞ്ചർ പ്രൂഫ് ആണ്. ഇവിടെ നമ്മൾ സോക്കിംഗ് ദ വാഷ്ഡ് ഗ്ലാസ് വേസ്റ്റ് ആഫ്റ്റർ ക്ലീനിങ് ആൻഡ് വിത്ത് ഡിറ്റർജന്റ് ആൻഡ് സോഡിയം ഹൈപ്പോക്ലോറൈഡ് ട്രീറ്റ്മെന്റ് 1 to 2% ഓർ ഓട്ടോ ക്ലേവിംഗ്, മൈക്രോ ക്ലേവിംഗ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിനെ ഫുള്ളി എന്താണ് സോക്ക് ചെയ്തിട്ട് നമ്മൾ ഡിസിൻഫെക്റ്റന്റ് വെച്ച് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ഡിറ്റർജന്റ് വെച്ച് ക്ലീൻ ചെയ്യുക. സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് 1 to 2% നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് അല്ലെങ്കിൽ ഓട്ടോ ക്ലേവിംഗ്, മൈക്രോ ക്ലേവിംഗ്, ഹൈഡ്രോ ക്ലേവിംഗ്, എന്നിട്ട് നമ്മളത് റീസൈക്ലിങ്ങിന് വേണ്ടി സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. യൂഷ്വലി ഗ്ലാസ് ഐറ്റംസ് ഒക്കെ എന്താണ് ബ്ലൂയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഇതിലൂടെ നമുക്ക് നോക്കാനായിട്ട് പോകുന്നത്. അത് നമുക്ക് നാളെ നോക്കാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ കംപ്ലീറ്റ്ലി നിങ്ങൾ വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. എല്ലാം പറഞ്ഞിട്ടുണ്ട്. BNW എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ആ ഒരു ടൈപ്സ്, അതൊരിക്കലും മറക്കരുത്. ഇനി നമ്മൾ അതിൻ്റെ മെത്തേഡ്സ് ആണ് അടുത്ത ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ താങ്ക് യു ഓൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടെന്ന് വേഗത്തിൽ മറ്റേ നമുക്കൊരു വലിയൊരു ചാപ്റ്റർ ഉണ്ടല്ലോ, യെസ് ഒബ്വിയസ്ലി നമ്മുടെ ആ ഒരു ബാക്ടീരിയോളജി, എന്തായാലും ഇത് വേഗത്തിൽ എടുത്തിട്ട് ഈ ഒരു മറ്റേ ഒരു ഇമ്മ്യൂണോളജി ഇതും കൂടെ ഒന്ന് വേഗത്തിൽ എടുത്തിട്ട് വേണം എനിക്ക് ആ ഒരു ബാക്ടീരിയോളജിയിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ എന്തായാലും അത് എടുക്കുന്നതായിരിക്കും, എക്സാമിന് മുമ്പേ എന്തായാലും അത് എടുക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഓൾ.